ഹരേ കൃഷ്ണ. മുന്നോട്ട് വായിക്കായിരുന്നു. ആ ഇപ്പൊ ശ്ലോകം 9 മുതൽ വായിക്കാം. തുടങ്ങാം. ബേബി സരോജ മാതാജി ബുക്ക് ഉണ്ടോ? ഗീതാ മാതാജി ഉണ്ട് ഇന്ന്. ഹരേ കൃഷ്ണ. തുടങ്ങിക്കോളൂ മാതാജി. അപ്പൊ ഒരു 4 ശ്ലോകം വെച്ച് വായിക്കാം. ശ്ലോകം 9 തൊട്ടാണോ പ്രഭു? അതെ, 9 തൊട്ട്. അതെ. ആ ഒരു കാര്യമുണ്ട്. ഇടയ്ക്ക് ആ പറയൂ. എന്തെങ്കിലും ഒരു ആ ഭാവാർത്ഥം കഴിഞ്ഞ് നിർത്തണമെങ്കിൽ നിർത്തി പോവാം. അതായിരിക്കുന്നത്. അതെ, ഒരെണ്ണം നിർത്തി. അതെ, ഭാവാർത്ഥം നീണ്ടത് വരുമ്പോ നിർത്തുന്നതാണ്. ഇപ്പൊ ഉള്ള ഭാവാർത്ഥം വലുതാ. ഓരോന്ന് വായിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദീക്ഷ അനന്തരേഖൈല പ്രേമേര പ്രകാശ ദേശേ ആഗമന പുനാ പ്രേമേര വിലാസ. വിവർത്തനം. മഹാപ്രഭു ഗയയിൽ വെച്ച് ഈശ്വരപുരിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. അതിനെ തുടർന്ന് പെട്ടെന്ന് അദ്ദേഹം ഭഗവത് പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും അദ്ദേഹം അത്തരം ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു. ഭാവാർത്ഥം. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ അനേക ശിഷ്യന്മാരുടെ അകമ്പടിയോടെ ഗയയിലേക്ക് പോകവേ മാർഗബന്ധ്യേ രോഗബാധിതനായി. അദ്ദേഹത്തിന് കടുത്ത ജ്വരമുണ്ടായി. അതിനാൽ അദ്ദേഹം ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകിയ ജലം കൊണ്ടുവരുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും അവരത് കൊണ്ടുവന്നപ്പോൾ അത് പാനം ചെയ്യുകയും അതോടെ അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചതുപോലെ ബ്രാഹ്മണരെ ആദരിക്കണം. ഭഗവാനോ അവിടുന്നിന്റെ അനുയായികളോ ഒരിക്കലും ബ്രാഹ്മണരെ അനാദരിച്ചിരുന്നില്ല. ഭഗവാന്റെ അനുയായികൾ ബ്രാഹ്മണർക്ക് എല്ലാ ബഹുമാനങ്ങളും നൽകാൻ തയ്യാറാകണം. മതിയായ യോഗ്യതകളില്ലാതെ സ്വയം ബ്രാഹ്മണനായി അവതരിപ്പിക്കുന്ന ഒരുവനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രചാരകർ എതിർക്കുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരെയും ബ്രാഹ്മണരായി അന്ധമായി അംഗീകരിക്കാൻ ചൈതന്യ ഭഗവാന്റെ അനുയായികൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകിയ ജലം പാനം ചെയ്ത മാതൃക ഒരുവൻ വിവേചനമില്ലാതെ പിന്തുടരരുത്. കലിയുഗത്തിന്റെ കളങ്കം മൂലം ബ്രാഹ്മണ കുടുംബങ്ങൾ ക്രമേണ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവർ ജനങ്ങളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്ത് അവരെ വഴിതെറ്റിക്കുന്നു. ഹരികൃഷ്ണ. നമുക്കൊന്ന് ഈ ഒരു വിഷയം സംസാരിച്ച് പോവാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഈ ലീല വായിക്കുമ്പോ വേറെന്തെങ്കിലും കൃഷ്ണലീല ഓർമ്മ വരുന്നുണ്ടോ? മഹാപ്രഭുവിന് രോഗബാധ ഉണ്ടാകുന്നു, കടുത്ത ജ്വരം, പനി ഉണ്ടാവുന്നു. അപ്പോ ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകിയ ജലം കൊണ്ടുവരാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. അത് കഴിച്ചപ്പോ അത് പാനം ചെയ്യുമ്പോൾ ഭഗവാന്റെ രോഗം ഭേദമാകുന്നു. ഭക്തരുടെ കാലിന്റെ അടിയിലെ ധൂളി കൃഷ്ണന്റെ ജ്വരം മാറാൻ അല്ലെ? നാരദൻ അതല്ലേ? തലവേദന. അവസാനം ഗോപീസ് മാത്രം കിട്ടി, മണ്ണ് കൊണ്ട് കൊടുക്കുന്നു. സോ അതും ഇതും തമ്മിൽ നല്ലൊരു സാമ്യമുണ്ട്. കൃഷ്ണലീലയും ചൈതന്യ ലീലയും സമാന്തര റെയിൽപാളങ്ങൾ പോലെയാണെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുന്നു. പിന്നെ പറയുന്നു ബ്രാഹ്മണരെ ആദരിക്കണം. ഭഗവാനോ അവിടുത്തെ അനുയായികളോ ഒരിക്കലും ബ്രാഹ്മണരെ അനാദരിച്ചിരുന്നില്ല. ഭഗവാന്റെ അനുയായികൾ ബ്രാഹ്മണർക്ക് എല്ലാ ബഹുമാനങ്ങളും നൽകാൻ തയ്യാറാകണം. സോ ഭഗവാന്റെ ഒരു പ്രണാമമന്ത്രം ഉണ്ടല്ലേ, നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. റൈറ്റ്. സോ ചോദ്യം ഇതാണ്, എന്തിനാണ് ബ്രാഹ്മണരെ ആദരിക്കുന്നത്? ആരാണ് ബ്രാഹ്മണൻ എന്നുള്ള ചോദ്യമുണ്ട്. ബ്രഹ്മത്തോടൊപ്പം ചരിക്കുന്ന, എപ്പോഴും ഭഗവത് ചിന്തകളിലും ഭഗവത് സേവനത്തിലും ഒഴുകിയിരിക്കുന്നവരാണ് ബ്രാഹ്മണൻ.
എന്ന് മാത്രമാണോ? ആ, ഭഗവത് സേവനത്തിൽ പല വ്യക്തികളും മുഴുകിയിരിക്കും. അങ്ങനെയല്ല. ബ്രഹ്മചര്യം, ബ്രാഹ്മണൻ. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തോടൊപ്പം ചരിക്കുക എന്നൊരർത്ഥം പറയാറുണ്ട്. ഉം. പിന്നെ ബ്രഹ്മം അറിഞ്ഞവൻ ബ്രാഹ്മണൻ, അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയും ഉണ്ടല്ലോ. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന ആള്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവര്, മറ്റുള്ളവരെ ഉം. ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണൻ ആധികാരികമായ ഉപദേശം കൊടുക്കും. ഓക്കെ. വേദം അറിയുന്നവര്, സത്വഗുണത്തിലുള്ളവര്, ഓക്കെ. ബ്രഹ്മത്തിൽ അറിയുന്നവൻ. ലക്ഷണങ്ങൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിന് ശ്ലോകങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല. ഭഗവാൻ തന്നെ ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. പണ്ഡിതൻ, പിന്നെ അങ്ങനെ കുറെ വേറെ ഉണ്ട് കേട്ടോ, തെറ്റി വെച്ച് മത്സ്യം 2,000 രൂപ വാങ്ങി ഇഷ്ടപ്പെട്ടില്ല. ജ്ഞാനം ഇഷ്ടപ്പെട്ടില്ലേ? കൊടുക്കുന്നു, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ച് കുറെ ആ, പേർ ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രാഹ്മണരെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗീതയിലെ ഏതോ ശ്ലോകത്തിൽ. അതൊക്കെ. പക്ഷെ ആരാണ് ബ്രാഹ്മണൻ? ഭഗവത്ഗീതയിൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ. ഓക്കെ. പക്ഷെ കുറച്ച് വ്യക്തമാവണമല്ലോ. ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ശ്ലോകം? ശമോ ധർമ്മ ശമോ ശൗചം ശാന്തിരാർജവമേവജം. പിന്നെ മറന്നുപോയില്ലോ. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. യെസ്. എത്രാമത്തെയാണ് ശ്ലോകം? നമ്പർ നോക്കാം. നമ്പർ 18 അതെ. ശമോദമ 18:42. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. അതിന്റെ മീനിങ് ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഭഗവത്ഗീത മലയാളം. ഉണ്ടോ ബ്രോ? വായിക്കട്ടെ. വായിച്ചോളൂ. നരോത്തമ വായിച്ചു. വായിക്കൂ ബ്രോ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം വൈഷ്ണവ. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. സോ പുരുഷ സൂക്തത്തില് ഭഗവാന്റെ വിരാട് പുരുഷന്റെ നാനാ ശരീരഭാഗങ്ങളിൽ നിന്ന് നാനാ വ്യക്തിത്വങ്ങൾ, 4 വർണ്ണങ്ങൾ ജനിച്ചു എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? തലയുടെ ഭാഗത്ത് നിന്നും ബ്രാഹ്മണര്. ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പറയും. ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖമാണ്. റൈറ്റ്? ഫേസ്. അതെ. ബാഹുരാജന്യകൃത. ഭഗവാന്റെ കൈകളിൽ നിന്നാണ്, വിരാട് പുരുഷന്റെ കൈകളിൽ നിന്നാണ് ആര് വന്നത്? രാജന്യ വന്നത്. ഉരു തദ് വൈശ്യ. ഭഗവാന്റെ തുടഭാഗത്തിൽ നിന്നാണ്, കാൽ തുടയിൽ നിന്നാണ് വൈശ്യര് വന്നത്. പദ്ഭ്യാഗം ശൂദ്രോ അജായത. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ശൂദ്രന്മാര് ജനിച്ചു. അപ്പോ ഒന്ന് നല്ലത് ഒന്ന് മോശം എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ നമ്മളോട് പറയുന്നു നിങ്ങളുടെ ശരീരത്തിലെ കാല് മാത്രം ഞാൻ വെട്ടിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് സമ്മതിക്കും? തലയുണ്ടല്ലോ, എന്തിനാണ് കാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉത്തരം പറയുന്നത്? എല്ലാം വേണം. എല്ലാം വേണം, അല്ലെ? അതുപോലെ തന്നെ സമൂഹത്തില് ഈ 4 വിഭാഗങ്ങളും വേണം. അത് വേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതില്ലാതിരുന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകില്ല. പക്ഷെ അതേസമയം ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത്. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ ആൾക്കാർ കാണുന്നത് മുഖത്തെയാണ്, ശരിയല്ലേ? ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം നമ്മൾ എന്താ കാണുക? കാലാണോ കാണുക? കാണുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ
മുഖമാണ് സാധാരണ നമ്മൾ കണ്ട് സംസാരിക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ടാണ് ഫേസ്ബുക്ക് എന്ന് പേരിട്ടത്, അല്ലാതെ ലെഗ് ബുക്ക് എന്നോ ഹാൻഡ് ബുക്ക് എന്നോ പേരിട്ടില്ല, ശരിയല്ലേ? നമ്മള് വീഡിയോയിൽ കാണുന്നതും മുഖങ്ങളാണ്. സോ അതുകൊണ്ട് മുഖം പ്രധാനമാണ്. മാത്രമല്ല മുഖത്തിനകത്താണ് നാവുള്ളത്. മുഖം എന്ന് പറഞ്ഞാൽ നാവ് എന്നുള്ള മീനിങ്ങും ഉണ്ട്. സോ സംസാരിക്കുന്നത് മുഖമാണ്. മുഖമാണ് നമ്മൾ മുഖേന കേട്ടു എന്നൊക്കെ പറയും. സോ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിന്റെ വക്താവാണ്. മാത്രമല്ല പരമപുരുഷന്റെ, ഭഗവാന്റെ പ്രതിനിധിയായിരിക്കണം. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നല്ലവണ്ണം അതിനെ മനസ്സിലാക്കി അതിനെ എന്താ പറയാ, ഭാഗികമായിട്ടല്ല, അതിനെ പൂർണ്ണമായിട്ട് എന്താ പറയാ, സമഗ്രമായി ഭഗവാന്റെ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കിയ ശേഷം ആ ദേശകാല പാത്രം, ആ സാഹചര്യം, സ്ഥലം, സമയം, വ്യക്തി ഒക്കെ അനുസരിച്ച് അവർക്ക് ഉതകുന്ന രീതിയിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അവതരിപ്പിക്കുകയും അങ്ങനെ ആ വ്യക്തിയെ ഭഗവാനിലേക്ക് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രായോഗികമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് ബ്രാഹ്മണന്റെ കർത്തവ്യമാണ്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതൊക്കെ സ്ഥലകാല സാഹചര്യങ്ങൾ അനുസരിച്ച് ഒന്നായിരിക്കില്ല. ചില സമയത്ത് ചെയ്യേണ്ട കാര്യം മറ്റൊരു സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കും. ചില വ്യക്തികൾക്ക് ചെയ്യാൻ യോഗ്യമായത് മറ്റൊരു വ്യക്തിക്ക് ചെയ്യാൻ യോഗ്യമല്ലായിരിക്കും. അർജുനന് അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യുകയായിരുന്നു അർജുനൻ എന്ന് പറയുന്ന ക്ഷത്രിയന്റെ ധർമ്മം. അതേസമയത്ത് ഭഗവത്ഗീത ആ തേരില് അർജുനന് പകരം ഒരു ബ്രാഹ്മണനാണ് നിന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ നിർദ്ദേശം വ്യത്യസ്തമായിരുന്നേനെ, അല്ലേ? അപ്പോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ശരിയായ ഭഗവത് പ്രതിനിധിയായി ആ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നൽകാൻ ഉള്ള മുഖമാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ബ്രാഹ്മണന് ഗുണം കൊണ്ടായിരിക്കണം, റൈറ്റ്? ഇവിടെ പറയുന്ന പോലെ ശമോ ദമസ് തപസ് ശൗചം ഉണ്ടായിരിക്കണം, പരിശുദ്ധി ഉണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് മറ്റ് അഭിലാഷങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അതായത് ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ മുതലെടുത്തുകൊണ്ട് എൻ്റെ പ്രയോജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ബ്രാഹ്മണനായിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ ഉത്തരവാദിത്വവും കൂടുതലാണ്. സാധാരണ പറയാറുള്ളത് ബ്രാഹ്മണൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ക്ഷത്രിയൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ക്ഷത്രിയൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ക്ഷത്രിയൻ ചെയ്യുന്ന തെറ്റ് അതിന്റെ ഒരു ഭാഗം ബ്രാഹ്മണന് പോവും. വൈശ്യന്റെ തെറ്റ് ക്ഷത്രിയനും ബ്രാഹ്മണനും പോവും. ശൂദ്രൻ ചെയ്യുന്ന തെറ്റ് ശൂദ്രന് വളരെ നിസ്സാരമായ ശിക്ഷയെ ലഭിക്കുള്ളൂ. അവിടെ ശിക്ഷ ലഭിക്കുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ആയിരിക്കും. അതുകൊണ്ട് എന്താ പറയാ, ഇതൊക്കെ ബാലൻസ്ഡ് ആണ്, ഇല്ലേ? ഒരു സൈഡില് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി വേറെ, അക്കൗണ്ടബിലിറ്റി വേറെ. റെസ്പോൺസിബിലിറ്റിക്ക് മലയാളത്തിൽ എന്താണ് വാക്ക്? ചുമതല, അല്ലേ? ചുമതലയാണ് റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. രണ്ടും ഒന്നല്ല. ഏതാണ് കൂടുതൽ സീരിയസ്? അക്കൗണ്ടബിലിറ്റി ആണ് സീരിയസ്. മനസ്സിലായോ? ഒരു പ്രോജക്റ്റില് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാം, മാനേജറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, കപ്പലിലെ കപ്പിത്താൻ ഉണ്ടാവും. അവർക്കൊക്കെ അക്കൗണ്ടബിലിറ്റി ആണ്. അതായത് ആ കപ്പലിലോ അല്ലെങ്കിൽ ആ ഒരു ജോലി സ്ഥലത്തോ ചെയ്യുന്ന ഒരു എംപ്ലോയി ആരെങ്കിലും ചെയ്തൊരു തെറ്റ് അത് കറക്റ്റായിട്ട് ചെയ്തു തീർക്കണം എന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്കായിരിക്കും. പക്ഷെ മേലധികാരിക്കായിരിക്കും എന്ത്? അക്കൗണ്ടബിലിറ്റി, റൈറ്റ്? അപ്പോ എളുപ്പമല്ല, വലിയൊരു കാര്യമാണ് ഉത്തരവാദിത്വം എടുക്കുക എന്നുള്ളത്. അപ്പോ അതൊക്കെ കൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ അകത്ത് നിന്ന് വളർത്തി ഉത്തരവാദിത്വങ്ങൾ എടുക്കുന്ന വ്യക്തികളോട് ഭഗവാന് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഭഗവാന് ആദരവുണ്ടാവും, ഭഗവാന് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും. കാര്യം എന്താ?
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ശരിയല്ലേ? കണ്ടാൽ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നാം, പക്ഷെ വാസ്തവത്തിൽ എന്താണ്? വലിയൊരു ഉത്തരവാദിത്വമാണ് എടുക്കുന്നത്. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള യോഗ്യതയുള്ള ബ്രാഹ്മണരെ നമ്മൾ ആദരിക്കണം. അല്ലാതെ മതിയായ യോഗ്യതകൾ ഇല്ലാതെ സ്വയം ബ്രാഹ്മണനായി അവതരിപ്പിക്കുന്ന ഒരുവനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രചാരകർ എതിർക്കുന്നു എന്നും പറയുന്നു. റൈറ്റ്? എന്തെങ്കിലും ഉണ്ടോ ഇതിനെക്കുറിച്ച്? അല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഒന്നുമില്ല. ആർക്കും അക്കൗണ്ടബിലിറ്റി എടുക്കാൻ? ചോദ്യം ചോദിച്ച് ചോദ്യത്തിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ധൈര്യമുള്ളവര്? ഓക്കെ. അടുത്ത ശ്ലോകം വായിക്കാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും റെഡിയാണ് പോകും. പേര് പറഞ്ഞാൽ റെഡി. എന്താ പ്രഭു? ആരെങ്കിലും, ഗീത മാതാജി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്കറിയില്ല. ഇപ്പൊ ശാന്തകുമാരി മാതാജി ഇപ്പൊ വായിക്കട്ടെ എന്ന് ചോദിച്ചു. വായിക്കും മാതാജി, വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 10. श्रील प्रभुपाद की जय, गुरुदेव की जय। शची के प्रेमदाना तबे अद्वैत मिलना, अद्वैत पाईला विश्वरूप दर्शന. വിവർത്തനം അനുഭവാർത്ഥം വൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം അദ്വൈതാചാര്യനോട് ചെയ്ത അപരാധം നീക്കപ്പെട്ട തന്റെ മാതാവായ ശചീദേവിക്ക് ഭഗവാൻ കൃഷ്ണപ്രേമം പ്രദാനം ചെയ്തു. അതിനുശേഷം അദ്വൈതാചാര്യനുമായി മഹാപ്രഭു ഒരു കൂടിക്കാഴ്ച നടത്തി. പിന്നീട് അദ്വൈതാചാര്യന് ഭഗവാന്റെ വിശ്വരൂപ ദർശനം ലഭിക്കുകയുണ്ടായി. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ദിവസം ശ്രീവാസ പ്രഭുവിന്റെ ഭവനത്തിലെ വിഷ്ണുപീഠത്തിൽ ആസനസ്ഥനായിരുന്ന ചൈതന്യ മഹാപ്രഭു തന്റെ ആത്മകഥം ഇപ്രകാരം പറഞ്ഞു: എന്റെ മാതാവ് അദ്വൈതാചാര്യനോട് അപരാധം ചെയ്തു. ഒരു വൈഷ്ണവനോടുള്ള ഈ അപരാധം ഇല്ലാതാക്കാത്ത പക്ഷം അവർക്ക് കൃഷ്ണപ്രേമം നേടാൻ കഴിയുകയില്ല. ഇത് കേട്ട ഭക്തന്മാരെല്ലാം അദ്വൈതാചാര്യനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയി. അദ്വൈതാചാര്യൻ മഹാപ്രഭുവിനെ കാണാൻ വരുന്നതിനിടയിൽ ശചി മാതാവിന്റെ സവിശേഷതകൾ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. മഹാപ്രഭുവിന്റെ അടുത്തെത്തിയതും അദ്ദേഹം ഹർഷോന്മാദത്താൽ മൂർച്ഛിച്ച് നിലത്തു വീണു. അപ്പോൾ ചൈതന്യ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശചീദേവി അദ്വൈതാചാര്യന്റെ പാദപങ്കജങ്ങൾ സ്പർശിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി. അവിടുന്ന് തന്റെ മാതാവിന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു: എന്റെ മാതാവ് അദ്വൈതാചാര്യന്റെ പാദകമലങ്ങളിൽ ചെയ്ത അപരാധത്തിന് ഇപ്പോൾ പ്രായശ്ചിത്തമായി. അവർക്കിനി വിഷമം കൂടാതെ കൃഷ്ണപ്രേമം നേടാം. ഒരുവൻ കൃഷ്ണാവബോധത്തിൽ വളരെ പുരോഗതി പ്രാപിച്ചവനാണെങ്കിൽ പോലും വൈഷ്ണവാപരാധം ചെയ്യുന്ന പക്ഷം അവന്റെ പുരോഗതി ഫലവത്താകുകയില്ലെന്ന് മഹാപ്രഭു ഈ ഉദാഹരണത്താൽ എല്ലാവരെയും പഠിപ്പിച്ചു. അതുകൊണ്ട് വൈഷ്ണവരോടെ അപരാധം ചെയ്യാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. അത്തരം ഒരപരാധത്തെക്കുറിച്ചുള്ള ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ വിവരണം താഴെ കൊടുക്കുന്നു. യദി വൈഷ്ണവാപരാധ ഉഠേ ഹാഥി മാതാ ഉപാടേബ ചിന്തേ താരസുഖിയായ പാത. ചൈതന്യ ചരിതാമൃതം മധ്യലീല 19:156. ഒരു മതയാന ഒരു ഉദ്യാനത്തിലെ എല്ലാ ചെടികളും ചവിട്ടി മെതിച്ച് നശിപ്പിക്കുന്നത് പോലെ ഒരു വൈഷ്ണവന്റെ പാദത്തിൽ അപരാധം ചെയ്യുന്ന ഒരുവൻ തന്റെ ജീവിതത്തിൽ സ്വരൂപിച്ച എല്ലാ ഭക്തിയുത സേവനവും നശിപ്പിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു ദിവസം അദ്വൈതാചാര്യൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് അവിടുന്ന് അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം പ്രദർശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവിടുന്ന് ഈ അഭ്യർത്ഥന സ്വീകരിക്കുകയും അദ്വൈത പ്രഭുവിനെ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കുന്നതിനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വൈഷ്ണവ അപരാധത്തെക്കുറിച്ചുള്ള ഹെവി ശ്ലോകമാണ്. കുറെ സ്ഥലങ്ങളിൽ അദ്ദേഹം എന്ന് വന്നിട്ടുണ്ട്. ഈ ശ്ലോകത്തിലും മുൻപിലത്തെ ശ്ലോകത്തിലും ഭഗവാനെ കുറിച്ചും അദ്വൈതാചാര്യനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി അവിടുന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കറക്ഷൻ ഒരുപാട് സ്ഥലത്ത്. പിന്നെ
ഭാവാർത്ഥത്തിൽ ഒരുപാടുണ്ട്. അദ്ദേഹം ഭാവ അദ്ദേഹം അതെ. അദ്ദേഹം എഴുതുമ്പോ ആ ഭാവം മാറിപ്പോ അല്ലെ? അതെ. അതെ അതെ. ഭാവാർത്ഥത്തിന്റെ ഭാവം ഇല്ലാത്ത അർത്ഥം. സോ ഇവിടെ പറയുന്നത് എന്താണ്? വൈഷ്ണവ അപരാധം. സച്ചി മാതാവ് അദ്വൈതാചാര്യരോട് അപരാധം ചെയ്തു. അതിന്റെ പശ്ചാത്തലം അറിയാമോ? തന്റെ മകൻ ഇങ്ങനെ പോവാൻ കാരണം അദ്വൈതാചാര്യനാണെന്നുള്ള ചിന്ത അമ്മയിലുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു ഒരിക്കൽ. അതെ. അതായത് ചെറിയ പ്രായത്തിൽ മുതല് മൂത്ത മകനായ വിശ്വരൂപൻ അദ്വൈതാചാര്യരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് വിശ്വരൂപൻ കഴിഞ്ഞിരുന്നത്. സോ അതിനുശേഷം നമുക്കറിയാം വിശ്വരൂപൻ സന്യാസം എടുത്തു പോയി. അപ്പൊ അത് ജഗന്നാഥ മിശ്രയെയും സച്ചി മാതാവിനെയും വളരെ ദുഃഖിപ്പിച്ചു. ആ സമയത്ത് എന്താണ് അതിനുശേഷം നിമായി എന്താ പറയുക, ചൈതന്യ മഹാപ്രഭുവും അദ്വൈതാചാര്യനുമായിട്ട് ബന്ധപ്പെടുന്നു, ആ കണക്ഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് കാണുന്ന സമയത്ത് നാച്ചുറലി സച്ചിദേവിയുടെ ഹൃദയത്തിൽ ഒരു ഭയം ഉണ്ടാവുകയും മൂത്ത മകന്റെ കാര്യത്തിൽ എന്ന പോലെ ഇളയ മകനെയും അദ്വൈതാചാര്യർ സന്യാസിയാക്കി കൊണ്ടുപോകും, അതിനുശേഷം നമുക്കാരും ഷെൽട്ടറായിട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സമയത്ത് അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അദ്വൈതാചാര്യരുടെ മുമ്പിൽ തന്നെ മുഖത്ത് നോക്കി ഇത് പറയുകയും ചെയ്യും. അപ്പോൾ അദ്വൈതാചാര്യർ അത് ഒരിക്കലും അതിനെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു അപരാധമായിട്ട് സ്വീകരിച്ചില്ല. സച്ചി മാതാവിന്റെ മഹിമകളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ അപരാധത്തിനുള്ള ക്ഷമ ചോദിക്കാത്ത പക്ഷം ആ അപരാധം കഴുകിക്കളയാത്തിടത്തോളം, അമ്മയായിരുന്നാൽ പോലും സച്ചി മാതാവ് സ്വന്തം മാതാവാണ്, എന്നിരുന്നാൽ പോലും അവർക്ക് കൃഷ്ണപ്രേമം നേടാൻ കഴിയുകയില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭക്തന്മാർ അത് കേട്ട് ദുഃഖിച്ച് അദ്വൈതാചാര്യരെ വിളിച്ചുകൊണ്ടുവരുന്നു. ആൻഡ് അദ്വൈതാചാര്യർ അടുത്ത് വന്ന സമയത്ത് ആ അവസരം ഉപയോഗിച്ച് സച്ചി മാതാവ്, അദ്വൈതാചാര്യർ സ്വയം മറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സച്ചി മാതാവ് അദ്വൈതാചാര്യർ അറിയാതെ അദ്ദേഹത്തിന്റെ പാദത്തെ സ്പർശിച്ച് അത് ശിരസിൽ ആ പാദധൂളി വെക്കും. അപ്പൊ അത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു ശരി, അപരാധം നീക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടെ പറയും. റൈറ്റ്. സോ എന്തെങ്കിലും വൈഷ്ണവ അപരാധത്തെ കുറിച്ച് ചർച്ച വേണം? വേണ്ടതാണ്. അതിനൊന്ന് ബാലൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ തൊട്ടതിനും പിടിച്ചവനും അത് പറയുകയും ചെയ്യും, അതും പ്രശ്നമാണ്. സോ എന്താണ് വൈഷ്ണവ അപരാധം, എന്തല്ല വൈഷ്ണവ അപരാധം? യഥാർത്ഥ വൈഷ്ണവനെ തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമേ അത് നമുക്ക് പറയാൻ പറ്റൂ. അത് അപരാധമാണോ അല്ലേ? ഹരേ കൃഷ്ണ. അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല അല്ലേ? ഹരേ കൃഷ്ണ. ഊർമിള മാതാജി പറഞ്ഞത് ക്ലിയർ ആയില്ല. യഥാർത്ഥത്തിലുള്ള ഒരു വൈഷ്ണവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ആ തിരിച്ചറിയാൻ പറ്റുന്നെങ്കിലല്ലേ നമുക്ക് അപരാധവും മനസ്സിലാവും. അല്ലാതെ വൈഷ്ണവനല്ലാത്ത ഒരാളെ നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ, വൈഷ്ണവനാണ് എന്ന് കരുതിയാൽ അദ്ദേഹത്തോട് നമ്മൾ ചെയ്യുന്നത് അപരാധമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴും അവിടെ പ്രശ്നമാവില്ലേ? ഹരേ കൃഷ്ണ. കേട്ടോ പ്രഭുജി? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല, അത് വൈഷ്ണവൻ അല്ലെങ്കിലും അത് അപരാധമാണെങ്കിൽ അതൊരു ജീവ അപരാധമാവും ഇല്ലേ?
പ്രഭു ഇന്നൊരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞതൊന്ന് പറഞ്ഞോട്ടെ പ്രഭു. ഇപ്പോഴേ ഇവിടെ ബ്രഹ്മോത്സവം നടക്കുകയാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇവിടെ പൂജയ്ക്കൊക്കെ വളരെ കൂടുതൽ ചാർജ് ആകുന്നു എന്നൊരാൾ പറയുക. ഒരാളിപ്പോ എന്നോട് സംസാരിച്ചാണ് രാവിലെ, ഒരു ഡിവോട്ടി. അപ്പൊ ഒരുപാട് പൈസയാണ് പൂജയ്ക്കൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അത് അത് ഒരു അമ്പലത്തിന്റെ എന്താണ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വെറുതെ പൈസ ഈടാക്കുന്നതാണ്. ഇത്രയും പൈസയൊന്നും ആ പൂജയ്ക്ക് ആകില്ല എന്നിങ്ങനെ ഒരു ഇത് പറഞ്ഞു. അതൊരു അപരാധമാകുമോ പ്രഭു? ശരി, ഇങ്ങനെയൊക്കെ ചോദിച്ചാല് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാൽ അത് അപരാധമാവുമോ? അതും അപരാധമാകുമല്ലേ? അല്ല, അപരാധം കേട്ടാൽ നമ്മൾ ഉടനെ അതിനെ എതിർക്കണമെന്നാണല്ലോ പ്രഭു പറയുന്നത്. വൈഷ്ണവനെ അപരാധം കേൾക്കണം, അന്തികൾ കഴിവുണ്ടെങ്കിൽ എതിർക്കണം, അല്ലെങ്കിൽ ചെവി ബുദ്ധി മാറണമെന്നല്ലേ പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത ശ്ലോകം വായിക്കണം എന്നും പറയുന്നുണ്ട് 11ലേക്ക്. ശരി, അത് ശരി. അങ്ങനെയല്ല. വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത് അതിനെ 8 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8 തരമാണ്. എത്രയാണ്? എന്തോ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങളുണ്ട്. എതിർത്ത് സംസാരിക്കുക, ശാരീരികമായിട്ട് ആക്രമിക്കുക, ഇങ്ങനെ കുറെ ഒരു വൈഷ്ണവനെ വധിക്കുക വരെ ഉണ്ട്. അങ്ങനെ 8 നിലവാരത്തിൽ, 8ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അങ്ങനെ പല ടൈപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മള് ഒരാള് വഴക്ക് പറയുന്നു, ഇതുപോലെ എന്തെങ്കിലും ഒരു കമന്റ് പറയുന്നു, അതിനെ വൈഷ്ണവ അപരാധത്തിന്റെ ലെവലിലേക്ക് നമ്മൾ എത്തിക്കണോ? നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും ഊതി വീർപ്പിച്ച് നമ്മൾ അതിനെ. നമ്മുടെ ഒരു ഡിവോട്ടി പറയുമായിരുന്നു, ഒരു യൂത്ത് ഡിവോട്ടി ഉണ്ട്. അദ്ദേഹം ആദ്യമേ ഇസ്കോണിൽ വന്നപ്പോൾ, കോയമ്പത്തൂരുള്ള ഒരു യങ് ഡിവോട്ടിയാണ്, നല്ലൊരു പയ്യനാണ്. സോ അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭക്തിയിൽ. ഒരു വർഷം കഴിഞ്ഞ സമയത്ത് എന്നോട് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞു, എനിക്ക് അപരാധോ ഫോബിയ പിടിപെട്ടു എന്ന് പറഞ്ഞു. അപരാധോ ഫോബിയ, എന്ത് ചെയ്താലും അപരാധം തോന്നില്ല. അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ അപരാധം, ഇടത്തോട്ട് തിരിഞ്ഞ അപരാധം, അപരാധം, നമസ്കരിച്ചില്ലെങ്കിൽ അപരാധം, തെറ്റായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അപരാധം, ചിരിച്ചാൽ അപരാധം, ചിരിച്ചില്ലെങ്കിൽ അപരാധം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഭക്തിയിൽ ഒന്നും മുന്നോട്ട് പോകാൻ തോന്നില്ല. കാര്യം ഈ ബ്രേക്ക് ഇട്ടിട്ട് ആക്സിലറേറ്റർ ചവിട്ടുന്ന ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ. ഇഷ്ടംപോലെ. ഹരേ കൃഷ്ണ. എന്താ സംഭവിക്കുക അവിടെ? വെറുതെ റേസാവും വണ്ടി നല്ല ശബ്ദിക്കും, എന്ന് പറഞ്ഞിട്ട് അതിന് ശബ്ദം ഉണ്ടാവും. പക്ഷെ മുന്നോട്ട് പോകില്ല. ഇതാവില്ല. എഞ്ചിനില് തേയ്മാനം വർദ്ധിക്കും, ഇല്ലേ? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ഭയന്ന് ജീവിക്കരുത്. അതല്ല വൈഷ്ണവ അപരാധം എന്ന് പറയുന്നതിനെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ദുർവ്യാഖ്യാനിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ കറുത്ത നിഴലുകൾ എന്നിലും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അനുഭവം കൊണ്ട് പറയുകയാണ്. തൊട്ടതിനെയും പിടിച്ചതിനെയും നമ്മൾ വൈഷ്ണവ അപരാധം ആക്കേണ്ട കാര്യമില്ല. വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത് മനഃപൂർവം കരുതിക്കൂട്ടി മറ്റൊരു ഭക്തൻ എന്താ പറയുക, അവര് താഴേക്ക് പോകണം, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, ഇടിച്ചു താഴ്ത്തുക, അവരെ തട്ടിത്തെറിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, വൈഷ്ണവനൊരു നിലയുണ്ട്, ആ നിലയിൽ നിന്ന് അവരെ മനഃപൂർവ്വം തള്ളി താഴെയിടാൻ ശ്രമിക്കുന്നതിനെയാണ് വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ സച്ചി മാതാവ് അവരുടെ ദേഷ്യം, അവരുടെ ദുഃഖം പ്രകടിപ്പിച്ചു, അതിൽ തെറ്റില്ല. പക്ഷെ അതിനുശേഷം അദ്വൈതാചാര്യരെ കുറിച്ച് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. ഇത് ചൈതന്യ ഭാഗവതത്തിലുണ്ട്. മനസ്സിലായോ? അവരുടെ ദുഃഖം പറഞ്ഞതിൽ തെറ്റില്ല, പക്ഷെ അവര് മോശമായിട്ട് അദ്വൈതാചാര്യരെ കുറിച്ച് സംസാരിച്ചു. അതാണ് അപരാധമായി തീർന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമുക്കൊരു ദുഃഖമുണ്ട്, നമുക്കൊരു വിഷമമുണ്ട്, വൈഷ്ണവ അപരാധമാണ്, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായടച്ച് കെട്ടി നിൽക്കും, അല്ലെ? വായി മൂടി നമ്മൾ നിൽക്കും. ആ ഡിവോട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപരാധം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വായടച്ച് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നത് അതിലും വലിയൊരു അപരാധത്തിന് വഴിയൊരുക്കും. കാര്യം ഇത് മനസ്സിനകത്ത് കിടന്ന് അത് വളർന്ന് ചെറിയൊരു പ്രശ്നം വളർന്ന് ഒരു ഭീകര ജീവിയായി മാറി ഒരു ദിവസത്ത് പുറത്തേക്ക് വരും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ ഒരു ഡിവോട്ടി ട്രെയിനിങ്ങിന്റെ ഭാഗമായിരിക്കണം.
എന്താണ് അപരാധം, എന്താണ് അപരാധമല്ലാത്തത് എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ബാക്കി ഇന്നത്തെ ക്ലാസ് മുഴുവൻ അല്ലെങ്കിൽ ഇനിയൊരു 2-3 ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇന്റൻഷൻ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ ഇന്റൻഷൻ നല്ലതാണെങ്കിൽ പോലും മറ്റു ഭക്തന്മാർ അതിനെ തെറ്റായിട്ട് എടുക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മളൊരു ക്ഷമ ചോദിക്കുന്നതിൽ നമ്മളൊന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ല, അല്ലേ? പക്ഷെ എന്നാലും പലതവണ നമ്മൾ ക്ഷമ ചോദിച്ചിട്ടും ആ ഭക്തൻ ചിലപ്പോൾ നമ്മളെ ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്താണ് ഭഗവാനോടും മറ്റ് ഭക്തന്മാരോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ പോംവഴിയില്ല. ഭഗവാൻ വളരെ ഒരു എന്താ പറയുക, ഭഗവാൻ ജഡ്ജ് ചെയ്യുന്നത് വളരെ ഒരു എങ്ങനെ പറയാ, ഒരു വികാരപരമായിട്ടുള്ള ഒരു വിലയിരുത്തലല്ല ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാവവും കണക്കിലെടുത്ത് മറ്റ് ഭക്തന്മാരുടെ ഭാവവും കണക്കിലെടുത്തിട്ട് തന്നെയാണ് ഭഗവാൻ ഈ നിഗമനത്തിലേക്ക് വരുന്നത്. പിന്നെയും നമുക്ക് സംശയമുണ്ടെങ്കിൽ മുതിർന്ന ഭക്തന്മാരോട് ചോദിക്കുക, ഹൃദയം തുറന്ന് സംസാരിക്കുക. നമ്മൾ ആരോടെങ്കിലും നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലും ആ ഭക്തനോടെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അതിനെയും എന്താ പറയുക കൺസിഡർ ചെയ്യും. യെസ്, ഹരേ കൃഷ്ണ. ഊർമിള മാതാജി. ഹരേ കൃഷ്ണ. ശരൺമുഖിയാണ്. ഒരു സംശയം. ഇപ്പൊ ഞാൻ ഇന്റൻഷൻ എൻ്റെ ശരിയാണ്, വേറൊരു ഭക്തനെ പക്ഷെ എൻ്റെ വാക്ക് സംസാര രീതി കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഞാൻ വിഷമിപ്പിച്ചു. പക്ഷെ എനിക്ക് ഇന്റൻഷൻ അങ്ങനെ ഒന്നുമില്ല, അവരുടെ ഒരു തെറ്റ് തിരുത്തണം അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാര രീതി അതാണ്. ഇന്റൻഷൻ വളരെ ശുദ്ധമാണ്. പക്ഷെ അവർക്ക് ശരിക്കും മനസ്സ് വേദനിച്ചു. അത് വേറൊരാൾ എന്നോട് എടുത്തു പറഞ്ഞാലും ഞാനത് തിരിച്ചറിയുന്നില്ല. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ എന്നെ പറയാൻ പറ്റും? എൻ്റെ ഇന്റൻഷൻസ് അങ്ങനെ അല്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ പാസ് ചെയ്യാം, ആർക്കെങ്കിലും അതിന് ഉത്തരം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പാസ് ചെയ്യാം. ഇത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാൻ പോകും. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം അല്ലേ? കൃഷ്ണ പക്ഷെ ഇത് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. പറയട്ടെ പ്രഭു. ആ ഒരു അവസരം ചുറ്റുപാടുകൾ നമുക്ക് കണക്കെടുത്ത് നമ്മുടെ ഇന്റൻഷനെ കുറച്ചും കൂടി പവിത്രമാക്കാം. അവരോട് വേറൊരു ആരെങ്കിലും ഉള്ള സമയത്ത് പറയാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് ഹേർട്ട് ആവണമെന്നില്ല. ഒറ്റയ്ക്ക് പറയുന്ന സമയത്ത് അവർക്ക് അതിന്റെ പ്രാധാന്യം ഒരു പക്ഷെ മനസ്സിലാകും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാകുമ്പോൾ ഒരു പക്ഷെ അവർ ഹേർട്ട് ആവും. ആ സമയത്ത് അവരുടെ വികാരം വളരെ ഇതുമായിരിക്കും. ഭഗവാന്റെ ദൃഷ്ടിയിലും ആ ഒരു സമയത്തെ വിഷമം ചിലപ്പോ ഒരു കർമ്മമായിട്ട് വന്നിരിക്കാം, ഇല്ലേ? ഹരേ കൃഷ്ണ. പക്ഷെ ഈ ചോദ്യത്തിനായിരുന്നോ മാതാജി ആൻസർ ചെയ്യാൻ ശ്രമിച്ചത്? അതെ, ആ മാതാജി പറഞ്ഞത് ഇന്റൻഷൻ ശുദ്ധമാണ്, അത് നമുക്കറിയാം. പക്ഷെ അവർ ഹർട്ട് ആവണമെങ്കിൽ അത് സാഹചര്യം വെച്ചിട്ടല്ലേ എന്നുള്ളത് ഒരു സംശയം വന്നതാണ്. ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ഹർട്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല, അതായിരുന്നു ചോദ്യം. ചോദ്യം ഒന്നുകൂടെ കേൾക്കണോ? ഹരേ കൃഷ്ണ. അതായിരുന്നില്ല ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ ഒന്ന് ചോദ്യം ഹരേ കൃഷ്ണ പ്രഭു. ശരി. ചോദ്യം എങ്ങനെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായില്ല, പക്ഷെ എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ വേറൊരു ഭക്തന് ഹേർട്ടായി. പക്ഷെ അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. മറ്റൊരാൾ അത് ചൂണ്ടിക്കാണിച്ചാൽ പോലും എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇന്റൻഷൻ പ്യുവർ ആണല്ലോ. ഞാൻ അത്രയ്ക്ക് എന്താണ് ഒരു തെറ്റ് ചെയ്തത്? ഞാൻ ശരിയായ ഒരു ഇന്റൻഷനോട് കൂടി ആ ഭക്തന്റെ നന്മയെ കരുതിയല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഹേർട്ടാവാൻ എന്തിരിക്കുന്നു എന്നുള്ളൊരു ഭാവമാണ് എനിക്കെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായോ ചോദ്യം? ഇപ്പോ മനസ്സിലായി. സോ ഇതില് ഒന്നാമത് ഒരു ഭക്തന്റെ ലക്ഷണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് വിനയം, അല്ലെ? തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഇവിടെ അദ്വൈതാചാര്യരുടെയും സച്ചിമാതാവിന്റെയും പാസ്റ്റ് ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്വൈതാചാര്യരും എന്താണ് അത് ആക്ച്വലി ലേറ്റർ പറഞ്ഞു, അദ്വൈതാചാര്യർ പറഞ്ഞു ഞാനാണ് തെറ്റുകാരൻ,
സച്ചി മാതാവിനെ പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുന്ന രീതിയിൽ എന്റെ പെരുമാറ്റം ഉണ്ടായി, ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ് അദ്വൈതാചാര്യ തെറ്റ് സ്വയം, അദ്ദേഹം തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും, അവിടുന്ന് തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും അതിനെ സ്വീകരിക്കുകയാണ്. സച്ചി മാതാവും തെറ്റ് എന്റേതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. അതാണ് യഥാർത്ഥ ഭാവം. ഒരു എന്താ പറയാ, ഞാൻ എന്റെ തെറ്റുകൾ എനിക്ക് തന്നെ കാണുന്നില്ല, മനസ്സിലായില്ലേ? അതായത് മേ ബി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, അത് ശരിയാണ്. പക്ഷെ എന്റെ പ്രവർത്തനം കാരണം മറ്റേ ഭക്തന് ഒരു ദുഃഖം ഉണ്ടായി. ആ ദുഃഖത്തിനെ കാണാനും ആ ദുഃഖം ഉണ്ടാവാൻ എനിക്കൊരു പങ്കുണ്ടാവുമല്ലോ. ഈ പറയുന്ന പോലെ 2 കൈ തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു റോൾ അതിനകത്ത് ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും, റൈറ്റ്? അപ്പൊ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ഒരു വൈഷ്ണവന്റെ നേച്ചർ. സപ്പോസ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഭക്തന്റെ ഒരു പോരായ്മ തന്നെയാണ്. അതിനെ അത് നിലനിർത്തി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ അതൊരു കൂടുതൽ അപരാധത്തിന്റെ നിലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഒരു പുതിയ ഭക്തനെ ആയിരിക്കും നമ്മൾ ഹേർട്ട് ചെയ്തത്, എന്നിട്ട് ആ ഭക്തൻ അത് അദ്ദേഹത്തിന്റെ തെറ്റാണ്, അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാം. പക്ഷെ നാളെ അതൊരു പുതിയ ഭക്തൻ അല്ലെങ്കിലോ, നമ്മളെക്കാളും മുതിർന്ന ഒരു ഭക്തനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും, അവര് ഹേർട്ടായി, അപ്പോഴും നമ്മൾ ഈ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? ആദ്യം പറഞ്ഞതും പ്രശ്നം അല്ലെന്നല്ല. സോ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഇറ്റ് ഈസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ഇറ്റ് ഈസ് എ സീഡ് ഓഫ് എ വൈഷ്ണവ അപരാധ്. ആൻഡ് അത് വളർന്ന് അതിന്റെ സീരിയസ്നെസ് കൂടി വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ആൻഡ് അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എത്ര വലിയ ഡിവോട്ടി ആണെങ്കിലും നമുക്ക് എന്താ പറയുക, നമുക്ക് ആ 3 ലെവൽ ഓഫ് അസോസിയേഷൻ വേണം. നമുക്ക് സീനിയേഴ്സ് വേണം, നമുക്ക് ഈക്വൽസ് വേണം, നമുക്ക് ജൂനിയേഴ്സ് വേണം, ഇല്ലേ? അതിൽ നമ്മൾ ആ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തെറ്റുകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഇല്ലേ? എനിക്ക് എൻ്റെ തെറ്റുകൾ കാണാൻ സാധിക്കില്ല. കാര്യം ഞാൻ എൻ്റെ വീക്ഷണകോണിൽ നിന്നാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതിൽ തെറ്റുണ്ടാവാം, കുറവുണ്ടാവാം, അത് നമുക്ക് കാണാൻ പലപ്പോഴും സാധിക്കില്ല. നമ്മുടെ ന്യൂനതകളെ കുറിച്ച് നമ്മൾ അന്ധന്മാരാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മുടെ മുതിർന്നവരുണ്ടായിരിക്കണം. നമ്മൾ എത്ര വലുതായാലും നമ്മളെക്കാളും വലിയവരുണ്ടായിരിക്കണം. ആക്ച്വലി ഈവൻ ബെറ്റർ പറയുന്നത്, നമ്മൾ വളരുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സീനിയർ ഡിവോട്ടി ആവുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയുള്ളവനാണ്, ഇല്ലേ? ഉപദേശം സ്വീകരിക്കേണ്ട അവസ്ഥ എനിക്കില്ല ഞാൻ സീനിയർ ആവുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കും, അല്ലേ? വല്ലപ്പോഴുമാണ് നമുക്ക് സീനിയേഴ്സിനെ കാണാനും സാധിക്കുക. സീനിയേഴ്സ് നമ്മൾ അത്ര കെയർ ചെയ്യില്ല. എന്തുകൊണ്ട്? കാരണം അവർ വിചാരിക്കും, ഓ ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ഡിവോട്ടി ആണല്ലോ, നമുക്ക് നമ്മുടെ മറ്റ് സേവകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ സീനിയർ ആവും തോറും നമ്മുടെ സീനിയേഴ്സിന്റെ അറ്റൻഷൻ കിട്ടുന്നത് നമുക്ക് കുറഞ്ഞു വരും. ഇങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. വേറെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇവർക്കറിയാം ഭക്തി എന്ന് പറഞ്ഞിട്ട് അതിനെ അത്ര അറ്റൻഷൻ കൊടുക്കില്ല. അപ്പൊ എന്താവും, ജൂനിയേഴ്സ് ഇവരോടൊന്നും സംസാരിക്കില്ല. ഫസ്റ്റ് തിങ്. കാര്യം സീനിയറാണ്, നമ്മുടെ മുതിർന്ന ആളാണ്, നമ്മുടെ അതോറിറ്റിയാണ്. എങ്ങനെ ഇവർ സംസാരിക്കില്ല. പിന്നെ നമ്മുടെ സീനിയേഴ്സും നമ്മൾ അത്ര കാര്യമാക്കില്ല. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചാൽ മാത്രമേ നമ്മളെ തിരുത്താനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ അവർ മുന്നോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇവരറിയാം, ഇവർ 10-20 വർഷമായി ഇസ്കോണില്, ഇയാൾക്കൊക്കെ അറിയാന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ വിടും. അപ്പൊ എന്തായി, നമുക്ക് ജൂനിയേഴ്സ് ഇല്ല, ജൂനിയേഴ്സ് നമ്മളോട് സംസാരിക്കില്ല, കയർത്ത് സംസാരിക്കില്ല. അങ്ങനെ സംസാരിച്ചാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ന്യായീകരണം പറയും. എന്താണ്, നിങ്ങളുടെ കറക്ഷന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ജൂനിയറിന്റെ വായ നമ്മൾ അടപ്പിക്കുകയാണ്, ഇല്ലേ? അപ്പൊ ആ ജൂനിയറിലൂടെ ഭഗവാന് നമ്മളെ തിരുത്താൻ സാധിക്കില്ല. സീനിയേഴ്സിലൂടെ ഭഗവാന് നമ്മളെ ചിലപ്പോൾ തിരുത്താൻ സാധിക്കില്ല. കാര്യം എന്താ, സീനിയേഴ്സിനെ വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. മാത്രമല്ല നമ്മൾ അങ്ങോട്ട് പോയി പറയാതെ പലപ്പോഴും എന്താ നടക്കുന്നതെന്ന് അവരറിയുന്നത് പോലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജൂനിയർ നമ്മുടെ സീനിയറിനോട് പോയി പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് മോളിൽ നിന്ന് വരണം. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ജൂനിയറിന്റെ കാര്യം കട്ടപ്പുകയാവും നമ്മുടെ മുമ്പിൽ, അല്ലേ? അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സൈലൻസ്, നമുക്ക് ആർക്കും തിരുത്താൻ ഒരു വകയില്ലാത്തൊരവസ്ഥയാവും. ആ അവസ്ഥയിൽ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്, നമുക്ക് ഈക്വൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്ക് സുഹൃത്തുക്കൾ വേണം. അതായത് ആ സൗഹൃദം അത്ര ദൃഢമായിരിക്കണം. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിലും അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മൾ നന്നാവാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവർക്കും നമുക്കും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ഒരു ബന്ധത്തിന് ആ ഒരു ദൃഢത ഉണ്ടെങ്കിൽ, ആ ഒരു ആഴമുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മൾ സീനിയർ ആവുമ്പോൾ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. റൈറ്റ്? സോ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മൾ ഭക്തിയിൽ വളർന്നു വരുമ്പോൾ നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഹരേ കൃഷ്ണ. യെസ് പ്രഭു. പ്രഭു, താങ്ക് യു. പലപ്പോഴും നമുക്ക് മിസ്സായി പോകുന്നൊരു കാര്യമാണത്. ഈ പറയുന്ന പോലെ എല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്തയിൽ ഗൈഡൻസ് കിട്ടാതെ പോവും, നമ്മളും സീക്ക് ചെയ്യാതെ പോവും. ചോദിക്കാതെ ഇങ്ങോട്ട് നമ്മൾ തിരുത്തി തരാൻ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലുള്ള ഭക്തന്മാർ തീർച്ചയായിട്ടും ആവശ്യമാണ്. എത്ര വിലപ്പെട്ടതാണെന്ന് ആക്ച്വലി നമ്മൾ സീനിയർ ആവുമ്പോൾ, സീനിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇസ്കോണിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സീനിയർ ആവും അല്ലെ? വർഷങ്ങൾ പോകുമ്പോൾ നമ്മൾ സീനിയർ ബൈ ഏജ് നമ്മൾ എന്തായാലും ആവും. സോ അപ്പൊ അവര് സീനിയർ ഡിവോട്ടി എന്ന് പറഞ്ഞിട്ട് ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ നമ്മളൊരു ഐസൊലേഷനിൽ നമ്മൾ പെടും. അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ വളരുന്ന നമുക്ക് സുഹൃത്തുക്കൾ വളരെ വളരെ പ്രധാനമാണ്. അവരുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. സോ ചോദ്യം എന്താണെന്ന് മറന്നുപോയി, പക്ഷെ ഓക്കെ എന്ന് തോന്നുന്നു. നരോത്തം പ്രഭു, ഉത്തരം ഓക്കെ ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതൽ സീനിയേഴ്സ് ആയിട്ട് അടുക്കാൻ ശ്രമിച്ചാൽ പോരെ? അങ്ങനെ വരുമ്പോ അവര് നമ്മളോട് അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും പെരുമാറൂലേ? ഹരേ കൃഷ്ണ. ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സീനിയേഴ്സിനോട് കൂടുതൽ സീനിയേഴ്സിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം നമ്മൾ വളരുന്ന സമയത്ത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷെ പ്രായോഗികമായി കണ്ടുവരുന്നത് ഏതൊരു ഇസ്കോൺ ടെമ്പിൾ ആണെങ്കിലും കോൺഗ്രിഗേഷൻ ആണെങ്കിലും നമ്മൾ പ്രചാരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ സീനിയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസും വളർന്ന് വരും. സമയം കിട്ടാനും, അഥവാ സമയം കിട്ടിയാലും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതൊരു പ്രായോഗിക വസ്തുതയാണ്. അത് താത്വികമായിട്ട് അത് ശരിയാവണമെന്നില്ല. താത്വികമായിട്ട് ശരിയാണ്, നമുക്ക് സീനിയേഴ്സിന് വേണം. പക്ഷേ നമുക്ക് സമയം കിട്ടില്ല, മാത്രമല്ല ഒരു ക്വാളിറ്റി ടൈം വളരെ വളരെ കുറവായിരിക്കും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാം. റൈറ്റ്? എപ്പോഴും സംസാരിക്കാം. ഹരിബോൾ, എനിക്കൊന്നും നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംസാരിക്കാം. അവര് നമ്മളെ തെറ്റിദ്ധരിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനൊരു സർക്കിൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പ്രചേതസ്സുകളോട് ഭഗവാൻ അത്രയും തൃപ്തിപ്പെട്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എല്ലാവരും പരസ്പരം സഹകരിച്ച് അത്രയൊരു സഹകരണത്തിന്റെയും ഒരാൾ മറ്റുള്ള ഒരാളെ സഹായിച്ച് എല്ലാവരും ചേർന്ന് ഒരു സങ്കീർത്തനമായിട്ട് മുകളിലേക്ക് പോകുന്നതിന്റെ ഉദാഹരണം നിങ്ങൾ സൃഷ്ടിക്കുന്നു. തുഷ്ടോഹം സൗഹൃദേനവ എന്ന് ഭഗവാൻ പറയുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഫ്രണ്ട്സ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരിബോൾ. താങ്ക് യു. സോ അതില് ഈ പറഞ്ഞതിൽ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാൻ, ഈ ഞാൻ കുറച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇസ്കോണിൽ സീനിയർ ആയി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറച്ച് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീനിയർ ആയി, ഒരു സേവയിൽ കുറെ വർഷം ഇരുന്നാൽ സീനിയർ ആയി, ദീക്ഷ എടുത്ത് ഇത്ര വർഷം ആയാലും സീനിയർ ആയി, അങ്ങനെ പല വിധത്തിൽ സീനിയർ ആയിട്ട് ഇരിക്കുമ്പോൾ അവനവന് തന്നെ ആ ഒരു റെസ്പെക്ട് പുതിയ ഭക്തന്മാരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ഞാൻ സീനിയർ ആണ് എന്നുള്ള ഒരു വിചാരം അവനവന് ഉണ്ടായി തുടങ്ങാണ്. പക്ഷെ തന്നേക്കാൾ സീനിയർ ആയിട്ട് ഉള്ള ഡിവോട്ടീസിന്റെ അടുത്ത് ബിഹേവിയർ എപ്പോഴും ചിലപ്പോൾ ഹമ്പിൾ ആയിട്ടായിരിക്കും. തന്റെ താഴെയുള്ളവരോടായിരിക്കും മിക്കവാറും ഈ അബദ്ധങ്ങളൊക്കെ പറ്റുക. നമ്മൾ കാരണം വേറൊരാള് വേദനിപ്പിക്കുന്ന ഒരവസ്ഥ വരാം. അപ്പൊ നമ്മളുടെ സീനിയേഴ്സിനെ അവരായിട്ട് കണ്ട് തിരുത്താനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. ബിക്കോസ് അവരുടെ അടുത്ത് നമ്മളുടെ ബിഹേവിയർ എപ്പോഴും ഐഡിയൽ ആണ്. നമ്മളുടെ ഈ ബിഹേവിയർ പുറത്തു വരുന്നത് മറ്റു പല ഭക്തരോടും ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഈക്വൽ ഡിവോട്ടീസ് ഉണ്ടെങ്കിൽ, നമ്മളിൽ ഹൃദയം തുറക്കുന്ന ഭക്തന്മാര് നമുക്ക് ഉണ്ടെങ്കിൽ
നമ്മളുടെ മാറ്റം അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന കുറവുകൾ ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിലാവും ആദ്യം പെടുക, സീനിയേഴ്സിന്റെ അടുത്ത് പറ്റില്ലെങ്കിൽ കൂടി. സോ വാല്യുബിൾ ആണ് ഡിവോട്ടി ഫ്രണ്ട്ഷിപ്സ് എന്ന് തോന്നുന്നു. സത്യമാണത്. കാര്യം നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ പലതും സംഭവിക്കുകയാണ്. ഒന്ന്, നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും കൂടുതൽ ചുമതലകളും നമ്മളെ തേടി വരും. അതൊരു കാര്യം, അതിന്റെ പ്രഷർ ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ഭക്തി സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വാസ്തവത്തിലൊരു ഹൃദയത്തിനകത്തൊരു വലിയ പരിവർത്തനം നടക്കുകയാണ്. നമ്മൾ ഭൗതിക ലോകത്തിനെ തന്നെ പുറന്തള്ളി ആധ്യാത്മിക ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ഒരു ബദ്ധാത്മാവിനെ സംബന്ധിച്ച് ഈ പടികളിലൂടെ ഉയർന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ബന്ധനത്തിന് പെട്ടിരിക്കുകയാണ് അല്ലെ? അതിനെയൊക്കെ ഒരു ജന്മം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആ ബന്ധനങ്ങളെയൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് മുകളിൽ നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ ഒരു ലെയർ പണിയാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ആധ്യാത്മികമായി പറഞ്ഞാൽ തന്നെ കൃഷ്ണാവബോധം എളുപ്പമല്ല, റൈറ്റ്? അത് മനസ്സിലാവും. നമ്മൾ ബന്ധുക്കളും മറ്റാൾക്കാരൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഈ ഒരു കൺഫ്യൂഷനേ ഇല്ല. എന്താണ്, നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി കുറഞ്ഞു പോകും, ഇതാവും, ഇങ്ങനൊരു സംഭവമേ അവർക്ക് വറിയേണ്ട കാര്യമില്ല. നമുക്കതുണ്ട് ഇല്ലേ? അപ്പൊ സ്വന്തം ഭക്തി ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ. അതുകൂടാതെ നമ്മൾ സീനിയർ ആവുന്ന സമയത്ത് ഉത്തരവാദിത്വങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് തലയിൽ ചാർത്തി തരും. ഇതൊക്കെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒന്ന് ചിരിക്കാനോ കരയാനോ ആൾക്കാരുണ്ടാവില്ല. സീനിയറിനോട് നമ്മൾ എത്ര നമ്മൾ പോയി പറയും, അവരുടെ ഒരു സാന്ത്വനം നമുക്ക് കിട്ടും, അത് വലിയൊരു ആശ്വാസമാണ്, സംശയമില്ല. ജൂനിയറിനോട് പോയി പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, പ്രഭുവേ ഇങ്ങനെ, മാതാജിയെ ഇങ്ങനെ എന്ന് പറയും. സോ അതുകൊണ്ട് എല്ലാം കൊണ്ടും ആക്ച്വലി ഈക്വൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട്സ് ആണ് നല്ലത്. എന്താ മാതാജി? കൗസല്യ മാതാജി, ഫ്രണ്ട്സ് ആണ് അപ്പൊ കൂടുതൽ നല്ലതെന്ന് പറയാ. സത്യം. മാതാജിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? കൂടുതൽ തന്നെ ഉണ്ടല്ലോ, എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അതെ, ഓക്കെ. എല്ലാവരും അതൊന്ന് ചിന്തിക്കണം അതിനെക്കുറിച്ച്. ഒരു പ്രാവശ്യം ഭക്തി ബൃഹത് ഭാഗവത് മഹാരാജ്, ഭക്തി ബൃഹത് ഭാഗവത് സ്വാമി, ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, ശരൺമുഖി കേട്ടിട്ടുണ്ടോ എന്നറിയാം. വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഭക്തി ബൃഹത് ഭാഗവത് സ്വാമി. സോ മഹാരാജിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. മഹാരാജ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. പിന്നെ അതിനുശേഷം ആ ഗുരുവിന് ഗുരുവായി തുടരാൻ സാധിച്ചില്ല. അപ്പോ പല പ്രശ്നങ്ങളുണ്ടായി. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആധ്യാത്മിക ഗുരുവിനൊരു ബുദ്ധിമുട്ട് ഭക്തിയിൽ തുടരാൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ശിഷ്യന്മാരുടെ വിശ്വാസത്തിന് അത് എന്ത് കോട്ടം തട്ടിക്കും, അതിനെ വേരിളക്കില്ലേ അത്? അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ച അദ്ദേഹം പിന്നെ മറ്റൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തു. ആ ഗുരുവിനും നിർഭാഗ്യവശാൽ ഇതുപോലൊരു അനുഭവം നേരിടേണ്ടി വന്നു ആ ഗുരുവിൽ നിന്നും. പിന്നെ മൂന്നാമത് അദ്ദേഹം മറ്റൊരു പ്രഭുപാദ് ഡിസൈപ്പിളിൽ നിന്ന് ദീക്ഷ എടുത്തു. അപ്പോ അത്രയും ബുദ്ധിമുട്ടുകൾ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, പല പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ മഹാരാജാണ് വൈഷ്ണവ സദാചാരം എന്ന് പറഞ്ഞൊരു കോഴ്സ്. പല വൈഷ്ണവ എറ്റിക്കറ്റ് കോഴ്സ് ഇസ്കോണിലുണ്ട്. പക്ഷെ ആ മഹാരാജ് എടുക്കുന്ന ഒരു വൈഷ്ണവ എറ്റിക്കറ്റ് കോഴ്സ് ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ അത് മഹാരാജിന്റെ ഒരു കോഴ്സ് സംഘടിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും മഹാരാജ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരു പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ മഹാരാജ് എപ്പോഴും പറയും ഇത്, അതായത് ഒരു ഡ്രാമ പോലെയാണ് മഹാരാജ് ചെയ്തത്. അത് വളരെ ഒരു നല്ല ഇതായിരുന്നു. അതായത് ഡ്രാമ ഇത്രയേ ഉള്ളൂ, ഡ്രാമയല്ല സ്കിറ്റ്. 2 ഭക്തന്മാരുണ്ടായിരുന്നു. അപ്പൊ 2 പ്രഭുക്കന്മാരായിരുന്നു. അവരെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ഡിവോട്ടിയുടെ മഹാരാജ് ചെവിയിൽ ആദ്യം എന്താ ചെയ്യണ്ടേന്നുള്ളത് പറയും. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കുകയായിരിക്കും, പെട്ടെന്ന് താഴേക്ക് വീഴണം. മനസ്സിലായോ? എത്രേ ഉള്ളൂ സ്കിറ്റ്. ആ ഡിവോട്ടി താഴേക്ക് വീഴണം. മറ്റേ ഡിവോട്ടിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീഴുമ്പോൾ അദ്ദേഹത്തിനെ കൈപിടിച്ച് ഉയർത്തണം. റൈറ്റ്? സ്കിറ്റ് മനസ്സിലായോ? എളുപ്പമാണ്, ഇത്രേ ഉള്ളൂ. മനസ്സിലായി. അപ്പൊ മഹാരാജ് പറഞ്ഞു സ്കിറ്റ് ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാരാജ് കരത്താൾ ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്കിറ്റ് തുടങ്ങി. ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം വീണു, മറ്റേ ആൾ എടുത്തു പൊക്കി, വീണ്ടും വീണു, പിന്നെ എടുത്തു പൊക്കി,
ഇങ്ങനെ ഒരു മിനിറ്റ് ആയ സമയത്ത് പിന്നെ ഇദ്ദേഹം വീണപ്പോ ആ എടുത്തു പൊക്കുന്ന ഡിവോട്ടി ഉണ്ടല്ലോ, ഓടാ പോന്ന് പറഞ്ഞിട്ട് പോയി ചെയറിലിരുന്നു. അപ്പൊ മഹാരാജ് പറഞ്ഞു, ആ ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് ആ ഡിവോട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എടുത്ത് പൊക്ക് എന്ന് പറഞ്ഞു. സോ പറഞ്ഞു വരുന്നത് ഇതായിരിക്കണം ഒരു വൈഷ്ണവ ഫ്രണ്ട്ഷിപ്പ്, റൈറ്റ്? എത്ര പ്രാവശ്യം വീണാലും എടുത്തു പൊക്കാൻ എനിക്കൊരാളുണ്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ അയാൾ വീഴില്ല, ഇല്ലേ? പിന്നെ വേറൊരു കാര്യം മഹാരാജ് പറഞ്ഞത്, നമുക്ക് എപ്പോഴും 2 ടൈപ്പ് ഫ്രണ്ട്സ് ആവശ്യമുണ്ട്. ഒന്ന് നമ്മുടെ സെന്ററിൽ, നമ്മുടെ ടെമ്പിളോ നമ്മുടെ സത്സംഗമോ നമ്മുടെ നാമഹട്ടയോ നമ്മുടെ ടെമ്പിളോ വോട്ടെവർ, അതിനകത്ത് നമുക്ക് കുറഞ്ഞത് കുറച്ചു പേരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് അത്രയും ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ട് വേണം. നമ്മുടെ തന്നെ ചിന്താഗതിക്കാരായ, അതേപോലെ എന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, പിന്നെ നമ്മളെക്കാട്ടിലും ഭക്തിയിൽ കൂടുതൽ സീരിയസ് ആയിരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് നമുക്ക് നമ്മുടെ തന്നെ ടെമ്പിളിനകത്ത് വേണം ഒന്ന്. അതുകൂടാതെ അതേപോലെ ഒരു സുഹൃത്ത് നമ്മുടെ ടെമ്പിളിന് പുറത്ത് വേണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? കുറഞ്ഞത് 2 പേര് നമുക്ക് വേണം. എന്തിനാണത്? എന്തിനാ പുറത്ത് വേണ്ടത്? അകത്ത് മാത്രം പോരെ? പിടിച്ചു പൊക്കാൻ. അല്ല, നമ്മുടെ സത്സംഗത്തിനകത്തുള്ള ഒരാൾ പോരെ? എന്തിനാ മഹാരാജ് പറഞ്ഞ 2 പേര് വേണം? നമ്മുടെ സത്സംഗത്തിനകത്തൊരാൾ വേണം, അതുകൂടാതെ സത്സംഗത്തിന് പുറത്തു ഒരാൾ വേണം. മറ്റൊരു സത്സംഗത്തിലോ വേറെ എവിടെയെങ്കിലുമോ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരാൾ വേണം എന്ന് പറഞ്ഞു. എന്തിനാണത്? ഹരേ കൃഷ്ണ. നമ്മളെ പോരായ്മകൾ അവര് നോക്കിക്കണ്ട് പറയാൻ. നിങ്ങൾ 2 പേരും പറഞ്ഞു, പക്ഷെ 2 പേരുടെയും കേട്ടില്ല. ഈ സത്സംഗത്തിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ അടുത്ത ഒരാള്, അടുത്ത വെളിയിലൊരാള്. ഗോപവനിത മാതാജിക്ക് ജയ്. അത് തന്നെയാണ്. തെറ്റാ പ്രഭു. ഹരേ കൃഷ്ണ. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് അത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ കാണിച്ചു തരും. എന്തും നമുക്ക് തുറന്ന് സംസാരിക്കാനും അവരതിനെ തെറ്റിദ്ധരിക്കില്ല. അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, റൈറ്റ്? അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കിനിയിപ്പോ എന്താ ഉള്ളത്? ഒരു ശ്ലോകം കൂടെ വായിക്കാം അല്ലേ? കൂടുതൽ സമയം എടുത്തത് അപരാധമായില്ലല്ലോ? ഇനി തൊട്ടതിനും പിടിച്ചതിനും അപരാധം എന്ന് പറയരുത്. അപരാധോ ഫോബിയ ആയി കഴിഞ്ഞാൽ അത് വലിയൊരു മെന്റൽ കണ്ടീഷനാണ്. അത് ഭക്തിയല്ല, അതൊരു എന്താ പറയാ, ഒരു മാനസിക രോഗമാണ്, മാനസിക വിഭ്രാന്തിയാണ്. പിന്നെ ആർക്കും അവിടെ വരാൻ തോന്നില്ല, ആ ടെമ്പിളില് ആ ഭക്തന്റെ അടുത്ത് വരാൻ തോന്നില്ല. എന്ത് കണ്ടാൽ അപരാധം അപരാധം അപരാധം. പ്രഭുപാദ് എന്താ പറഞ്ഞിരിക്കുന്നത്? ചാൻഡ് ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി. ഹാപ്പി. ഹാപ്പി ഹാപ്പി ബി ഹാപ്പി. കൃഷ്ണ. ഒരു ശ്ലോകവും കൂടി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നോ പ്രഭു? അതോ അപരാധം വിട്ടു പോകാൻ തോന്നുന്നില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ശ്ലോകം 11 വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം 11. പ്രഭുര അഭിഷേക താപേ കരില ശ്രീവാസ ഖാഡേ വസി പ്രഭു കൈല ഐശ്വര്യ പ്രകാശ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പോൾ ശ്രീവാസ ഠാക്കൂർ മഹാപ്രഭുവിനെ അഭിഷേകം ചെയ്തു. ഒരു മഞ്ചത്തിൽ ഉപവിഷ്ടനായ അവിടുന്ന് ദിവ്യമായ ഐശ്വര്യം പ്രദർശിപ്പിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അഭിഷേകം വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള ഒരു പ്രത്യേക ചടങ്ങാണ്. ഈ ചടങ്ങനുസരിച്ച് പാൽ കൊണ്ടും ജലം കൊണ്ടും വിഗ്രഹത്തെ സ്നാനം ചെയ്യിക്കുകയും പൂജിക്കുകയും പിന്നീട് വസ്ത്രങ്ങൾ മാറ്റുകയും ചെയ്യുന്നു. ഈ ചടങ്ങ് പ്രത്യേകിച്ചും ശ്രീവാസന്റെ ഭവനത്തിലായിരുന്നു ആചരിച്ചിരുന്നത്. എല്ലാ ഭക്തന്മാരും അവരവരുടെ കഴിവനുസരിച്ച് മഹാപ്രഭുവിനെ എല്ലാതരം അനുസാരികളും അർപ്പിച്ച് ആരാധിക്കുകയും അവിടുന്ന് ഓരോ ഭക്തനും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ.
അടുത്തും കൂടെ ഒന്ന് വായിക്കാമോ മാതാജി? വായിക്കാം. ശ്ലോകം 12. തപേ പ്രത്യാനന്ദ സ്വരൂപേര ആഗമന പ്രഭുഗെ മിലിയ പായില ഷഡ്ഭുജ ദർശന. കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുവാദിക്ക് ജയ്. ശ്രീവാസ ഠാക്കൂറിന്റെ ഭവനത്തിലെ ഈ ചടങ്ങിനു ശേഷം നിത്യാനന്ദ പ്രഭു അവിടെ വന്നു ചേർന്നു. അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ഷഡ്ഭുജ രൂപം ദർശിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഗൗരസുന്ദരന്റെ ഷഡ്ഭുജ രൂപം 6 കരങ്ങളുള്ള 3 അവതാരങ്ങളുടെ പ്രതിനിധീകരണമാണ്. ഈ കരങ്ങളിലായി അമ്പും വില്ലുമേന്തിയ ശ്രീരാമചന്ദ്രൻ, ഒരു കൈയിൽ ഓടക്കുഴലും മറുകൈയിൽ കാലിക്കോലുമേന്തിയ ശ്രീകൃഷ്ണൻ, ദണ്ഡും കമണ്ഡലുമേന്തിയ ശ്രീ ചൈതന്യ മഹാപ്രഭു. ശ്രീല നിത്യാനന്ദ പ്രഭു ബിർഭും ജില്ലയിലെ ഏകചക്ര ഗ്രാമത്തിൽ പത്മാവതിയുടെയും ഹഡായ് പണ്ഡിതന്റെയും പുത്രനായി ജനിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹം ബലരാമനെ പോലെ കളിച്ചു വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്യാസി ഹഡായ് പണ്ഡിതന്റെ ഭവനത്തിൽ വന്നു ചേരുകയും പുത്രനെ തന്റെ ബ്രഹ്മചാരി സഹായിയായി വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഹഡായ് പണ്ഡിതൻ തൽക്ഷണം സമ്മതിക്കുകയും പുത്രനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ പുത്രന്റെ വേർപാട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ ഹഡായ് പണ്ഡിതൻ ജീവൻ വെടിഞ്ഞു. നിത്യാനന്ദ പ്രഭു സന്യാസിക്കൊപ്പം നിരവധി തീർത്ഥസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം സന്യാസിക്കൊപ്പം അനേകം ദിവസങ്ങൾ മധുരയിൽ വസിച്ചെന്നും ആ സമയത്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നവദ്വീപിലെ ലീലകളെ കുറിച്ച് കേട്ടതെന്നും പറയപ്പെടുന്നു. അങ്ങനെ നിത്യാനന്ദ പ്രഭു ഭഗവാനെ ദർശിക്കാനായി ബംഗാളിലേക്ക് വന്നു. നിത്യാനന്ദ പ്രഭു അവിടെ നന്ദനാചാര്യന്റെ ഭവനത്തിലെ അതിഥിയായിരുന്നു. നിത്യാനന്ദ പ്രഭു വന്നിട്ടുണ്ടെന്നറിഞ്ഞ ചൈതന്യ മഹാപ്രഭു തന്റെ ഭക്തന്മാരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കുകയും അപ്രകാരം അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെയും കുറെ അദ്ദേഹം വന്ന് ചേർന്നിട്ടുണ്ട്. ഒരുപാടടുത്ത് ഈ ചാപ്റ്റർ മുഴുവൻ കുറെ അദ്ദേഹം വന്ന് ഇതായിട്ടുണ്ട്. ലാസ്റ്റ് ലൈനിൽ 675 അവിടെ അവിടുന്ന് സന്യാസിക്കൊപ്പം അനേകം ദിവസങ്ങൾ മധുരയിൽ നിന്നാണ്, നോർത്ത് ഇന്ത്യൻ മധുരയാണ്, നമ്മുടെ തമിഴ്നാട് മധുര എന്നുള്ള ധാ വന്നിട്ടുണ്ട്. വേറെന്തെങ്കിലും ഉണ്ടോ കറക്ഷൻ? മധുര. ഇത് തമിഴ്നാട്ടിലെ മധുര. ഇത് തമിഴ്നാട്ടിലെ മധുരയായിപ്പോയി. മറ്റേത് കഥ എന്നുള്ള രഥം കഥ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അദ്ദേഹം എന്നുള്ളത് രണ്ടാമത്തെ മധ്യലീലയിലെ അവസാനം ആവുമ്പോഴാണ് അവിടെ നിന്ന് ആക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ അദ്ദേഹം ആയിരിക്കും. ശരിയാണ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ. അതെ, നമ്മൾ അപ്പോഴാണ് ആ തീരുമാനം എടുത്തത് അവിടുന്ന് ആക്കണമെന്ന്. പക്ഷെ അതിനുശേഷം പുസ്തകം മുഴുവൻ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ അടുത്ത എഡിഷൻ ഇതൊക്കെ ശരിയാകുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളിവിടെ പെൻസിൽ വെച്ച് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രഭു ഹഡായ് പണ്ഡിതന് അദ്ദേഹം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അത് ഞാൻ അദ്ദേഹം തന്നെയാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ പുത്രന്റെ വേർപാട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവിടെ അദ്ദേഹം അത് സൂക്ഷിച്ചു മാറ്റണം. ഭഗവാൻ ഉള്ളിടത്ത്, വിഷ്ണു തത്വങ്ങൾ ഉള്ളിടത്ത് അവിടുന്ന് നിന്നും, അദ്വൈതാചാര്യനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് എന്ന് പറയണം. ബാക്കി വിഷ്ണു തത്വങ്ങൾ അല്ലാത്ത തത്വങ്ങളെയൊക്കെ നമ്മൾ അദ്ദേഹം എന്ന് പറയും. ഓക്കെ, ഇന്നത്തേക്ക് ഒരു സംശയം. നിത്യാനന്ദ പ്രഭുവിന്റെ അച്ഛന് ബലരാമരാണ് നിത്യാനന്ദ പ്രഭു എന്ന് അറിയാമായിരുന്നു. ഇത്
എങ്ങനെയാണ് നന്ദമഹാരാജാവിന് പുത്രൻ കൃഷ്ണൻ പരമപുരുഷനാണെന്ന് അറിയാമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് തുല്യമായ ചോദ്യം തന്നെയാണ്. അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ താത്വികമായിട്ട് അറിയാം എന്നുള്ളതിൽ കാരണങ്ങളുണ്ട്. വേറൊന്നുമല്ല, ഒരു പ്രാവശ്യം നമ്മളത് ലീല വായിച്ചായിരുന്നു. ഹഡായി പണ്ഡിതൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ജഗന്നാഥ് പുരിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. നമ്മൾ മുമ്പത്തെ ഒരു പർപ്പോട്ടിൽ വായിച്ചായിരുന്നു അത്. ജഗന്നാഥ് പുരിയിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ജഗന്നാഥനെ ക്ഷണിച്ചു വരുത്തി. ജഗന്നാഥനെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് അവിടെ ബലരാമന്റെ സ്ഥാനത്ത് നോക്കിയപ്പോ നിത്തായി അവിടെ ഇരിക്കുന്നു. അപ്പോ സ്വന്തം മകൻ അവിടെ ബലരാമന്റെ ജഗന്നാഥ് ബലി സുഭദ്രനെ വിളിച്ചു വരുത്തി അവിടെ ബലരാമന്റെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് നിത്തായി കയറിയിരുന്നു. അപ്പൊ ആ ലീല ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ടെമ്പിളും ഏകചക്രയിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ എന്നാലും എന്താ പറയാ, യോഗമായ കാരണം അത് മറന്നുപോവുകയാണ് ചെയ്യുന്നത്. രണ്ടു തരം മായ ഉണ്ടല്ലോ അല്ലെ. മായ എന്ന് വെച്ചാൽ എന്തായാലും മറയ്ക്കുന്ന ഒരു ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്? മായ ഇസ് കവറിങ്. യോഗമായ മഹാമായ. മായ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു അർത്ഥത്തില് മായ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. എനർജി എന്നുള്ള, ശക്തി എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരശീല. മായാ ജപനികാച്ഛന്നം അജ്ഞാതോക്ഷജം അവ്യയം എന്ന് പറഞ്ഞ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തിരശീല എന്ന് വേണമെങ്കിൽ പറയാം. ഈ മഹാമായ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭഗവാനെ കാണാൻ ആഗ്രഹമില്ല. നമ്മൾ ഭൗതിക ലോകത്തില് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മഹാമായയുടെ കർട്ടൻ വരും. അപ്പൊ എന്താവും? നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ യഥേഷ്ടം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ആസ്വദിക്കാനുള്ള ശ്രമം ഭൗതിക ലോകത്തിൽ നടത്താം അല്ലെ? ഇതാണ് എന്ത് മായ? മഹാമായ. അതേസമയം ഭഗവാനെ നേരിട്ട് കണ്ടു എന്നിരിക്കട്ടെ, പരമപുരുഷനായിട്ട് കണ്ടു. അപ്പൊ എന്താവും? നമുക്ക് ഭഗവാനെ കാണുന്നു, പരമപുരുഷനാവുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ദാസനായി നമ്മൾ വീണ് നമസ്കരിക്കുന്നു. ഭഗവാനോട് ഒരു ഈശ്വരനും ജീവനും തമ്മിലുള്ള ആ ബന്ധം, ആ ഒരു ബഹുമാനത്തോടെയുള്ള, ഭഗവാനാണെന്നുള്ള ബോധപൂർവം ചെയ്യുന്ന ബന്ധം അവിടെ വരുന്നു ഇല്ലേ? പക്ഷെ ആ ഭഗവാനോട് കൂടുതൽ അടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യോഗമായി സഹായിക്കണം. ഭഗവാനോട് കൂടുതൽ അടുക്കണമെങ്കിൽ ഭഗവാനാണെന്നുള്ളത് നമ്മൾ മറക്കണം. നല്ല രീതിയിൽ മറക്കണം. മറ്റേത് മോശം രീതിയിൽ മറക്കുന്നതാണ് മഹാമായ. നല്ല രീതിയിൽ ഭഗവാനാണെന്ന് മറന്ന് ഭഗവാനോട് അടുപ്പിക്കുന്ന എന്ന് വെച്ചാൽ യോജിപ്പിക്കുന്ന മായയാണ് യോഗമായ. റൈറ്റ്? മറ്റേത് മഹാമായ. സോ രണ്ടായാലും മായ വേണം. ഒന്ന് അടുപ്പിക്കുന്ന മായ, ഒന്ന് അകറ്റുന്ന മായ. നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. സോ അദ്ദേഹത്തിന് അറിവുള്ളതായിരിക്കും, സംശയമില്ല. പക്ഷേ യോഗമായ കാരണം അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യത്തിന് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നു. അതില് അദ്ദേഹം മറ്റേത് മറക്കുന്നു. നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അടുത്ത ആഴ്ച. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ച കൽപതരൂപശ്ച കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव भक्त वृंद की जय. श्रील प्रभुपाद की जय. गुरुदेव की जय. निताय गौर प्रेमानंद. हरि हरि. हरे कृष्ण. थैंक यू प्रभु. प्रभु हरे कृष्ण. प्रणाम.